വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നൊരു ഡിഷാണ്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഡിഷിൻ്റെ പേര് കുറച്ച് കഴിഞ്ഞ് പറയാമേ. 2 സവോള അരിഞ്ഞത് കുനുകുനായിട്ട് അരിയേണ്ട, വീഡിയോയിൽ കാണുന്നത് പോലെ അരിഞ്ഞാൽ മതി. 5-10 കാഷ്യൂ നട്ട്സ്, കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തത്, ഒരു തക്കാളി അരിഞ്ഞത്. ഞങ്ങളിവിടെ 4 മുഴുവൻ മുളകാണ് എടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുറച്ച് കസൂരി മേത്തി. ഇവിടെ ഒരാൾ നിൽക്കണുണ്ടോ? ഇയാൾ ഓരോ സാധനങ്ങൾ റാഞ്ചി കൊണ്ടുപോകാനായിട്ട് വന്ന് നിൽക്കണതാണ്. കണ്ട, ഇപ്പം തന്നെ ഒരു കാഷ്യൂനട്ട് റാഞ്ചിയിട്ടുണ്ട്. ഇനി അടുത്ത് എന്താ റാഞ്ചാന്ന് ആൾക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലേ മണി? ഒരു പാൻ വെച്ച് കുറച്ച് നെയ്യ് ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചേർക്കാം. ഉപ്പും ചേർത്ത് കൊടുക്കാം. കണ്ട, കാഷ്യൂനട്ട് ഇടയ്ക്കിടയ്ക്ക് റാഞ്ചണത് കണ്ട. ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഉപ്പ് ചേർത്തത് സവോള വേഗം വാടി വരാനാണ്. മുഴുവൻ മുളക് ചേർത്ത് കൊടുക്കാം. ചില മുളകിന് എരിവ് കൂടുതലായിരിക്കും, അപ്പോൾ മുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും സബോളയും നല്ലവണ്ണം സോഫ്റ്റ് ആകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ മിക്സ് തണുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാൻ. അല്പം വെള്ളം ചേർത്ത് വേണേ അരച്ചെടുക്കാൻ. ഇനി സെയിം പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷണലാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. കൂടെ ആവശ്യത്തിന് ഉപ്പും. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. പിന്നീട് അടച്ചു വയ്ക്കാം. ലിഡ് തുറന്ന് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണേ, മറക്കല്ലേ. 5 മിനിറ്റിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഈ ഫ്രഷ് ക്രീം ഫ്രഷ് ആണ്, ഹോം മെയ്ഡ് ആണെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഇളക്കിയതിനു ശേഷം അടച്ചു വയ്ക്കാം. എടുക്കാൻ മറന്നതാണ്. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവി ഏകദേശം 10 മിനിറ്റോളം കുക്ക് ചെയ്യണം. ഇനി നമുക്കിതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്താലോ? വേറൊന്നുമല്ല, പനീറാണ്. ഇന്നത്തെ നമ്മുടെ ഡിഷ് ഡെലീഷ്യസ് ആയ ബട്ടർ പനീർ മസാല. ഞങ്ങളിവിടെ ഏകദേശം 200 ഗ്രാമോളം പനീറാണ് എടുത്തിരിക്കുന്നത്. പനീർ ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ പതുക്കെ ഇളക്കാമുള്ളൂ, ഇല്ലെങ്കിൽ പനീർ പൊടിഞ്ഞു പോകും. അടച്ച് വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം തുറന്നാൽ നമ്മുടെ യമ്മി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല അല്ലെങ്കിൽ ബട്ടർ പനീർ മസാല റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഫ്രഷ് ക്രീമോ മല്ലിയിലയോ എന്തായാലും ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ കുറച്ച് ഫ്രഷ് ക്രീമാണ് ആദ്യം ചേർക്കുന്നത്. കുറച്ച് കസൂരി മേത്തിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും വേണമെങ്കിൽ ചേർത്താൽ മതിയേ. പിന്നെ 1 കഷ്ണം ബട്ടർ മസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണേ. മസ്റ്റ് ട്രൈ ഐറ്റമാണ്, കാരണം അതിന് അത്രയ്ക്ക് ടേസ്റ്റുമുണ്ട്. ഇങ്ങനെ ഒരു വട്ടം വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത അഭിപ്രായം പറയാൻ ആരും മറക്കല്ലേ. അപ്പോൾ ബൈ.